അപ്പൊ ഇന്നലെ ടൊവിനോയും ബേസിൽ ജോസഫും കുറെ കാലത്തിന് ശേഷം ഒരുമിച്ച് അഭിനയിക്കുന്ന, അല്ലെങ്കിൽ അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മേജറായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ഒരു പടമായിട്ടുള്ള അതിരടി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് വന്നത്. അതിന്റെ സ്മോൾ റിവ്യൂ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം റീലിൽ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ യൂട്യൂബിൽ ഇട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മാത്രം എനിക്ക് പറയാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു സൂര്യയുടെ കറുപ്പും കൂടെ കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ ഇടാന്ന് വിചാരിച്ചു. പക്ഷേ ആ സിനിമ അന്ന് ക്യാൻസൽ ചെയ്തേക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് അതിരടിയുടെ മാത്രം ഇട്ടേക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഇപ്പൊ ഇടുന്നത്. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ടൊവിനോ കാര്യമായിട്ട് ഭയങ്കര റോളുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ പടം. ഓക്കെ, ക്യാമിയോ റോളൊന്നുമല്ല, സെക്കൻഡ് ഹാഫിൽ മുഴുവൻ കഥാപാത്രമൊക്കെ തന്നെയാണ് ടൊവിനോ. ഈവൻ അതിന് മാത്രം ഗംഭീരമായിട്ടുള്ള ഒന്നും എനിക്ക് ടൊവിനോക്ക് തോന്നിയില്ല. ഇന്റർവെല്ലിന് കുറച്ച് മുമ്പാണ് ടൊവിനോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ വില്ലന്മാർക്ക് കയറി കിട്ടുന്ന കാലമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിൽ വില്ലൻ ആകെ കയറി കിട്ടിയത് ഇൻട്രോ സമയത്ത് മാത്രമാണ്. അതിനുശേഷമൊക്കെ കുറച്ച് ശോകമായിരുന്നു. ഞാൻ കാണുന്നുണ്ടെങ്കിൽ പടം ഒരു സെക്കൻഡ് ഹാഫ് കുറച്ച് വലിയ മജൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പടത്തിന്റെ ഒരു ബ്യൂട്ടി എന്നിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ പടം നല്ലൊരു ക്യാൻവാസിൽ മാക്സിമം കളർഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കര കളർഫുൾ ആയിട്ട് വലിയൊരു ക്യാൻവാസിൽ ഈ പടം എടുത്തേക്കുന്നു. അത് ഈ പടത്തിന്റെ മെയിൻ പ്ലസ് പോയിന്റ് ആണ്. നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മാക്സിമം നന്നായിട്ട് മനസ്സിലാവും. അപ്പൊ കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം തിയേറ്ററിൽ തന്നെ പോയി കാണും. കാരണം നിങ്ങൾ OTT കണ്ട ഈ പടം ഇഷ്ടപ്പെടാൻ ഇനിയും ചാൻസ് കുറവാണ്. പിന്നെ ടൊവിനോന്റെ ഇൻട്രോയ്ക്ക് മുമ്പുള്ള ബേസിലെ കുറച്ച് ഫണ്ണി ആൻഡ് ആ ഒരു എന്റർടൈൻമെന്റ് ക്യാരക്ടറായിട്ടാണ് ബേസിൽ കാണിച്ചേക്കുന്നത്. അത് നന്നായിട്ടുണ്ടായിരുന്നു. അത് മാക്സിമം നന്നായിട്ട് ബേസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഇമോഷൻസ് ഒക്കെ ഉണ്ട്. ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് മാക്സിമം കണക്ട് ആകുന്ന ഒത്തിരി ഇമോഷൻസ് ഒന്നും അല്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു എന്റർടൈൻമെന്റ് പടം മാത്രമാണ്. അപ്പോൾ നല്ല തിയേറ്ററിൽ പോയി കാണുക. കാരണം ബിക്കോസ് മ്യൂസിക് ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. മ്യൂസിക് വർക്ക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സൗണ്ട് മിക്സിംഗ് നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനെ പറ്റി കാര്യമായിട്ടൊന്നും പറയാനില്ല. ടൊവിനോ, ഞാൻ ചില ചോദിക്കുന്നത് എന്താണ് ടൊവിനോ ഇങ്ങനത്തെ പടം ചെയ്തൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ടൊവിനോ ഇതാണെങ്കിലും എമ്പുരാനാണെങ്കിലും ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പിന് പുറത്ത് കമ്മിറ്റ് ചെയ്തൊരു പടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ടൊവിനോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ് എന്ന് പറഞ്ഞ ടൊവിനോ ചെയ്തിട്ടില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, ഇതൊരു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, ടൊവിനോയ്ക്ക് ഒരു സ്റ്റാർഡം ഉണ്ട്. ടൊവിനോയ്ക്ക് മാത്രമല്ല പൃഥ്വിരാജ്, ഇവർക്ക് ഒരു പെർട്ടിക്കുലർ സ്റ്റാർഡം ഉണ്ട്. ഓക്കെ, ഇവരൊക്കെ പാൻ ഇന്ത്യൻ സ്റ്റാർസ് ആണ്. ഇന്ത്യയിൽ തന്നെ ഇവരെ അറിയാത്തതായിട്ടൊന്നും ആരില്ല. കാരണം മിന്നൽ മുരളി എന്ന് പറഞ്ഞൊരു സിനിമ OTT റിലീസ് ആയിട്ട് തന്നെ മാക്സിമം റീച്ച് കിട്ടിയൊരു പടമായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് സൂപ്പർ ഹീറോ മൂവീസ് തന്നെ പറയണം. കാരണം ഒരു 30 ബഡ്ജറ്റിൽ ഇത്രയും നല്ല ഗംഭീരമായിട്ടൊരു പടം അവർ എടുത്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ടൊവിനോയ്ക്ക് അതിന്റെ ഒരു സ്റ്റാർഡം ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ തന്നെ. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്ന പോലത്തെ റോൾസ് ആണ് മാക്സിമം ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പാടില്ല എന്നല്ല പറഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫീൽ ഗുഡ് പടങ്ങളൊന്നും ചെയ്യാനേ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ജസ്റ്റ് റിയലൈസ്, ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന് പുറത്ത് ഓരോ പടങ്ങൾ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആഫ്റ്റർ എഫക്ട്സും കുറച്ചുണ്ട് ഇതുപോലെ. ഓക്കെ, ഈവൻ ഇപ്പോൾ മറ്റേ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും എനിക്ക് ഇത്ര ഇഷ്യൂസ് ഇല്ല. കാരണം ടൊവിനോ ഇസ് വെരി ഹാർഡ് വർക്ക്. ലൈക്ക് സാർ ഇത്ര നന്നായിട്ട് AR റഹ്മാന് വേണ്ടിയിട്ട് നന്നായിട്ട് ആർച്ചറി അല്ല, ഷോർട്ട് ഫൈറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നതാണ്. ഒരു ക്യാരക്ടറിന് വേണ്ടി അത്രയും ഡെഡിക്കേഷൻ ചെയ്യുന്ന ആക്ടേഴ്സാണ് ടൊവിനോയും. ഇപ്പൊ ഞാൻ പറഞ്ഞ തമിഴിൽ നമ്മൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ മാക്സിമം മുതലാക്കുക എന്നുള്ളതാണ് ഒരു പ്രൊഡക്ഷന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിൽ മലയാള സിനിമയ്ക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതിന് മറ്റുള്ള സ്ക്രിപ്റ്റ് സെലക്ഷൻ ടൊവിനോ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പള്ളിച്ചട്ടൻ എന്ന് പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പോയി കണ്ടു, ഞാൻ അത്യാവശ്യം തിയേറ്ററിൽ പോയി കണ്ട് എനിക്ക് ഇഷ്യൂ ഒന്നും തോന്നിയില്ല. അതിനത്രയും പോലും എനിക്ക് തോന്നിയില്ല. പക്ഷേ പള്ളിച്ചട്ടൻ വെച്ച് നോക്കുകയാണെങ്കിൽ പടം ഞാൻ പറഞ്ഞ മാക്സിമം കളർഫുൾ ആണ് ഈ പടം. പക്ഷെ അതിൻ്റെതായ പ്രശ്നങ്ങളും ഈ പടത്തിനകത്ത് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ കയറുമെന്ന് വിചാരിച്ചു, സെക്കൻഡ് ഹാഫിൽ കയറിയില്ല പടം. അതാണ് പടത്തിന് പറ്റിയൊരു മെയിൻ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ വേറെ അതിനകത്ത് എന്താണ്, ജേക്സ് വിജയ് ഉണ്ട്, വിനീത് ശ്രീനിവാസനുണ്ട്. അവർക്കൊക്കെ ചെറിയ റോളേ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ടുണ്ടായിരുന്നു. ചില തമാശകളൊക്കെ ഒന്നും എനിക്ക് ക്രിഞ്ചായിട്ട് തോന്നിയില്ല. തമാശയൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്, കോമഡി ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എനിക്കത് ക്രിഞ്ചായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് പേരൊക്കെ ഇറങ്ങിപ്പോയി. സിനിമ കഴിയുമ്പോഴേക്കും തന്നെ ഞാൻ നോക്കുമ്പോൾ ഓഡിയൻസ് കുറെ പേര് ഇറങ്ങിപ്പോയി. കാരണം അവർക്കറിയാം എത്രയേ ഉള്ളൂ, ഇതിനപ്പുറത്തേക്ക് ഒന്നും കയറാനില്ല എന്ന് മനസ്സിലാകുന്ന സമയത്ത് പലരും ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് കൊച്ചു കുട്ടികൾ ഈ പടം നന്നായിട്ട് കണ്ടിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടാം. അങ്ങനെ അൾട്രാ ബോറ് കിഞ്ച് പടം എന്നൊന്നും പറയാനില്ല. നിങ്ങൾ പോയാൽ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എന്നാ തോന്നുന്ന കാര്യം നിങ്ങളെ താഴെ കമന്റിൽ പറയുക. ഓക്കെ, അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഗോ ആൻഡ് വാച്ച്. അപ്പൊ ഈ വീക്കെൻഡിൽ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു പടമാണ്, തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന പടമാണ്. അപ്പൊ മാക്സിമം പോയി കണ്ട് എല്ലാവരും എൻജോയ് ചെയ്യുക. ഓക്കെ ദെൻ ബൈ.